നല്ല നമസ്കാരം. ദിനദരികിടതോം ആരംഭിക്കുകയാണ്. മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിയെ പിന്തുണയ്ക്കാൻ കേരള കോൺഗ്രസ് എം തീരുമാനിച്ചതായി KM മാണി അറിയിച്ചിരിക്കുന്നു. ഇനി PC ജോർജിനും വെള്ളാപ്പള്ളി നടേശനും കൂടി തങ്ങളുടെ നിലപാടുകൾ അറിയിക്കാവുന്നതാണ്. ഇനി മാണി സാറിൻ്റെ പിന്തുണ എങ്ങനെയാണെന്ന് കൂടി കേൾക്കുക. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ പിന്തുണയ്ക്കുന്നത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ കുഞ്ഞാലിക്കുട്ടിയാണ്, അല്ലാതെ UDFിൻ്റെ സ്ഥാനാർത്ഥിയെ അല്ല. എന്തൊരു രാഷ്ട്രീയ നീക്കം, സമ്മതിക്കണം. അദ്ദേഹത്തിൻ്റെ അധ്വാനവർഗ സിദ്ധാന്തം വായിച്ചപ്പോൾ തോന്നിയ അതേ കൺഫ്യൂഷൻ ഇപ്പോഴും തോന്നുന്നു. UDF ഇത് അനുവദിക്കുമോ എന്തോ. കാരണം മാണി സാർ പറയുന്ന പോലെ അദ്ദേഹം ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയല്ല, മറിച്ച് ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. ഇത് KM മാണിയുടെ പാർട്ടിക്ക് അറിയാത്തതൊന്നുമല്ല. എന്നാലും ജയസാധ്യത കൂടുതലുള്ളവർക്ക് ഒരു പിന്തുണ കിടക്കട്ടെന്ന് ഒരു വഴിക്ക് പോവല്ലേ. അപ്പോൾ നാട്ടിലുള്ള പോലീസിനെ മുഴുവൻ ഓടിച്ചിട്ട് സസ്പെൻഡ് ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഒരു നല്ല നമസ്കാരം അറിയിച്ച് ഈ ആഴ്ചത്തെ തരികിടകൾ ആരംഭിക്കുന്നു. ശരിക്കും കട്ടപ്പ എന്തിനാണ് ബാഹുബലിയെ പുറകിൽ നിന്ന് കുത്തിയത്? ബാഹുബലി ആദ്യ ഭാഗത്തിലെ ആ ചോദ്യത്തിന് മറുപടി ഉടനുണ്ടാവും. കട്ടപ്പയുടെ കുത്തിൻ്റെ കഥ പറയുന്ന രണ്ടാം ഭാഗത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി. ഇത് കണ്ടപ്പോൾ ആ സംശയം വീണ്ടും ഉയരുകയാണ്. ശരിക്കും കേരളത്തിലെ കോൺഗ്രസിൻ്റെ ബാഹുബലിയായിരുന്ന VM സുധീരനെ കോൺഗ്രസിലെ ഏത് കട്ടപ്പയായിരിക്കും പുറകിൽ നിന്ന് കുത്തിയത്? അമരേന്ദ്ര ബാഹുബലിയായ ഞാൻ മകിഴ്മതി പ്രജകളുടെ ജീവനും സമ്പത്തും അഭിമാനവും സംരക്ഷിച്ചു കൊള്ളാമെന്ന് ജീവത്യാഗം ചെയ്യാൻ മടിക്കില്ല എന്ന് രാജമാതാ ശിവകാമി ദേവി സാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു. നിങ്ങൾ എന്റെ കൂടെയുള്ളിടത്തോളം കാലം ഒരുത്തനും എന്നെ കൊല്ലാൻ കഴിയില്ല മാമ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും 14ാം കേരള നിയമസഭ നമ്മുടെ KM മാണിക്ക് നൽകിയ ഒരു ആദരമുണ്ടല്ലോ, ഗംഭീരമായി. നിയമസഭാ സാമാജികനായി സഭയിൽ 50 അടിച്ച ആ പ്രകടനം സമ്മതിക്കണം. ഇടതിലും വലതിലുമൊക്കെയായി നല്ല റൺ റേറ്റാണ് മാണി സാറിന് ഉള്ളത്. മീനച്ചിലാറിന്റെ തീരം വളർത്തിയ മാണിക്യമാണു ശ്രീ KM മാണി. കേരള രാഷ്ട്രീയ രംഗമുയർത്തിയ ഭീഷ്മപിതാമഹനാണു മാണി. ശത്രുക്കൾ എല്ലായിടത്തും ഒളിഞ്ഞും തെളിഞ്ഞും കാണും. നമ്മളെപ്പോഴും ജാഗ്രതയോടുകൂടി നിന്നോണം. മീനച്ചിലാറിന്റെ തീരം വളർത്തിയ മാണിക്യമാണു ശ്രീ KM മാണി. കേരള രാഷ്ട്രീയ രംഗമുയർത്തിയ ഭീഷ്മപിതാമഹനാണു മാണി.
ശരിക്കും ഈ മുള്ളുമുരിക്ക് മൂർക്കം പാമ്പുകൾ നിറഞ്ഞ കേരള രാഷ്ട്രീയത്തിൽ അങ്ങ് പിടിച്ചു നിന്നത് എങ്ങനെയാണ്? അതും ഒരു 50 അടിച്ച്. രാഷ്ട്രീയത്തിൽ ചില ചൂടുവെപ്പുകളൊക്കെ ഉണ്ട്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ണു വേണം. അതുവരെ ദാ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം. എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. കെ.എം. മാണിയുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ? മാണി ഇതുപോലെ കൊള്ളയും കൈക്കൂലി മേടിച്ചിട്ട് പ്രവർത്തകർക്കും കൊള്ളയടിക്കാൻ അവസരം കൊടുക്കുക. ഒരു ആരോപണം കേട്ട ഉടനെ തെറിച്ചു പോകുന്ന മൂക്കാണോ എൻ്റെത്? ആരോപണം കേട്ട ഉടനെ തെറിച്ചു പോകുന്ന മൂക്കല്ല എൻ്റെത്. ആരോപണം കേട്ട ഉടനെ തെറിച്ചു പോകുന്ന മൂക്കല്ലല്ലോ. അധ്വാന വർഗ സിദ്ധാന്തത്തിലൂന്നിയ കർഷക ക്ഷേമ പ്രവർത്തനങ്ങൾ കേരള കോൺഗ്രസിൻ മുഖമുദ്രയല്ലയോ കർഷകരെ പ്രിയ സോദരരെ. ബഡ്ജറ്റ് അവതരിപ്പിക്കണമെങ്കിൽ മാണി മാറണം, മാണി സാറിനെ മാറ്റി വേറൊരാൾ അവതരിപ്പിക്കണമെന്ന് പ്രതിപക്ഷം പറഞ്ഞപ്പോൾ UDF ചങ്ക് കൊടുത്താണ് മാണി സാറിനെ കൊണ്ട് ആ നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. കെ.എം. മാണിക്ക് കേരളത്തിൽ ഇനി ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കാൻ സാധിക്കുകയില്ല. അധ്വാനിച്ച് കഷ്ടപ്പെടുന്ന ആളുകളുടെ ദൈവത്തിന് സന്തോഷമാണ്. ചൂഷണം ചെയ്യുന്നവരെയാണ് ദൈവം ശിക്ഷിക്കുന്നത്. ഞങ്ങളൊക്കെ ഒരു നാട്ടുകാരാണ്, അപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി. മീനച്ചിലാറിന്റെ തീരം വളർത്തിയ മാണിക്യമാണു ശ്രീ കെ.എം. മാണി. കേരള രാഷ്ട്രീയ രംഗമുയർത്തിയ ഭീഷ്മപിതാമഹനാണു മാണി. മാണിസാറിന് അങ്ങനെ ഒരു വേദനയും ദുഃഖവും ഉണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷെ മാധ്യമങ്ങളിൽ ഞാൻ കണ്ടു, മാണിസാറിനെ പോലെ വളരെ ടോളായ ഒരു UDF നേതാവിന് അങ്ങനെ ഒരു ദുഃഖം ഉണ്ടെങ്കിൽ ആ ദുഃഖം സംസാരിച്ച് തീർക്കണം. നമ്മൾ ഈ ചൊറികളം കാറ്റിൽ ഇവിടെ നടക്കുമ്പോൾ ഉള്ള അനുഭവമായിരുന്നു UDF-നകത്ത്. ചൊറികണം കയ്യെ തൊട്ടാൽ മുഴുവൻ ചൊറിയും. UDF-നകത്ത് ചൊറിച്ചിലോടുകൂടിയാണ് നമ്മൾ ഇരുന്നത്. നമ്മൾ കാണുമ്പോഴൊക്കെ എല്ലാവർക്കും സ്നേഹമാണ്, പക്ഷേ എല്ലാവരുടെയും ഉള്ളിൽ കേരള കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തണം എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഓഫ് സൈഡിൽ വന്ന പല ബോളുകളും അങ്ങയുടെ കുറ്റി തെറിപ്പിച്ചിട്ടുണ്ട്. അമ്പയറെ സ്വാധീനിച്ചും ബഹളം വെച്ചും അങ്ങ് പിടിച്ചു നിന്നു, അതും സമ്മതിക്കണം. നിയമമന്ത്രി എന്നുള്ള നിലയിൽ നിയമവ്യവസ്ഥയോടുള്ള ആദരവ് സൂചകമായി ഞാൻ എൻ്റെ മന്ത്രിസ്ഥാനം ഇതിനാൽ രാജിവെക്കുന്നു. ഏകാന്ത പഥികനായി നിൽക്കുന്നു ഞാൻ, ഈ വഴിത്താരയിൽ തേങ്ങും മനമാ, ഇടറുന്നെൻ കാലുകളിൽ തിങ്ങും വീതിയിൽ മരണത്തിൻ കരിനിഴൽ കാണുന്നു ഞാൻ. ഇനി കരിങ്കോഴയ്ക്കൽ മാണി സാറിനെ പലരും പുകഴ്ത്തുകയാണ്. അത് കേട്ട് കോരിത്തരിക്കുകയാണ് 14-ാം നിയമസഭ. കഴിഞ്ഞ സഭയുടെ കാലത്തും മാണി സാറിനെ കൊണ്ട് സഭ കോരി തരിച്ചിരുന്നു. ലോക പാർലമെൻ്ററി ചരിത്രത്തിൽ തന്നെ സ്ഥാനം നേടുന്ന അത്യപൂർവം സാമാജികന്മാരുടെ നിരയിലേക്കാണ് ശ്രീ കെ.എം. മാണി ഉയർന്നിരിക്കുന്നത്. സർ, വെറുതെയല്ല മഹാകവി പാലാ നാരായണൻ നായർ ശ്രീ കെ.എം. മാണിയെ മാണിപ്രമാണി എന്ന് ഒരു കവിതയിൽ വിശേഷിപ്പിച്ചത്.
ഈ നിയമസഭയിൽ ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ 50 വർഷക്കാലം തന്മയത്വത്തോടുകൂടി വിവിധ വകുപ്പുകൾ, വിവിധ പ്രശ്നങ്ങൾ, വിവിധ നിയമനിർമ്മാണങ്ങൾ, അതിലൂടെ കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിരവധിയായ ആശ്വാസ പദ്ധതികൾ, ഇതെല്ലാം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞ മാണി സാറ് ഒരു ചരിത്ര പുരുഷനായി മാറുകയാണ്. 50 സംവത്സരം മനോഹരം, ഇത്ര വലിയൊരു സ്നേഹമുണ്ടോ? സുഖദുഃഖ വേളകളിൽ നമ്മൾ എപ്പോഴും ഒരുമിച്ചു നിന്നവരല്ലേ എന്നും. ഇന്ത്യയിലെ ഒരു നിയമസഭയ്ക്കും കിട്ടാത്തൊരു സൗഭാഗ്യമാണ് മാണി സാറ് ഇന്ന് നമുക്കുണ്ടാക്കി തന്നത്. ഞങ്ങൾ അസംബ്ലിയിലെ ഈ സീറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഞങ്ങളുടെ സാമീപ്യം. സാറ് ഞങ്ങളുടെ നിയോജക മണ്ഡലം പാലായും പുതുപ്പള്ളിയും അടുത്തടുത്ത മണ്ഡലങ്ങളാണ്. സുഖദുഃഖ വേളകളിൽ നമ്മൾ എപ്പോഴും ഒരുമിച്ചു നിന്നവരല്ലേ എന്നും, പാലാതൻ പൊന്മക്കളല്ലേ എന്നും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അയൽവാസി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയാണെന്ന് പറഞ്ഞാലും ദൂരം വെച്ച് നോക്കുമ്പോൾ ഞാനാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അയൽവാസി. ഒളിച്ചു വെക്കാതെ പറയാം, അദ്ദേഹത്തെ ഏറ്റവും അധികം വിമർശിച്ചിട്ടുള്ള പൊതുപ്രവർത്തകൻ ഞാൻ തന്നെയാണ്. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ ഒരു വ്യക്തിക്കും നേടാൻ കഴിയാത്ത വലിയ ഒരു നേട്ടമാണ് പ്രിയങ്കരനായ എൻ്റെ അയൽവാസി മാണി സാർ നേടിയിട്ടുള്ളതെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. സാർ, അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കാൻ ആർക്കും കഴിയില്ല, ശത്രുവിന് പോലും കഴിയില്ല. പക്ഷേ ആ വാക്ക് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ അറിയണം, അകലെ കിടക്കുന്ന മിത്രത്തെക്കാൾ അടുത്ത് കിടക്കുന്ന ശത്രു അന്തരിച്ചം. ഇപ്പോഴായിരിക്കും മനസ്സിലായത്, നമ്മൾ ശത്രുക്കളെന്ന് കരുതുന്ന പല ആളുകളും നമ്മളെ മിത്രങ്ങളാണ്. ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല. ആരും എൻ്റെ വിരോധികളുമായിട്ട് ഞാൻ കരുതുന്നില്ല. എല്ലാവരോടും സ്നേഹം പങ്കിടുന്നു. And it is an Indian captain who's been absolutely magnificent in the night of the final.